ഡ്രൈവിങ് ചെയ്ത സമയത്ത് നമ്മുടെ കണ്ണും നമ്മുടെ ചെവികളും അതുപോലെ തന്നെ കൈയും കാലും നമ്മളുടെ മനസ്സും ഒക്കെ ഒരേപോലെ പ്രവർത്തിക്കണം. അതുപോലെ നല്ല ശ്രദ്ധയോടുകൂടി വേണം ഡ്രൈവിങ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് സ്വന്തം ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും ഒക്കെ അപകടത്തിൽപ്പെടാവുന്ന ഒരു ജോലിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ. വളരെ അതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്ത സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഡ്രൈവ് ചെയ്യുവാൻ. അതുപോലെ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ KSRTC സ്പീഡ് കുറച്ച് ഓടിക്കുക അല്ലെങ്കിൽ പതുക്കെ പോവുക എന്ന് പറയുന്നത് KSRTCക്ക് ഒന്ന് പതുക്കെ പോവുക എന്ന് പറയാറുണ്ട്. അതത്ര ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ KSRTCയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം KSRTCയുടെ ഭാഗമാണല്ലോ സൂപ്പർ ഫാസ്റ്റുകളും ഫാസ്റ്റ് പാസഞ്ചറും ലിമിറ്റഡ് സ്റ്റോപ്പും ഒക്കെ KSRTCയുടെ ഭാഗമായ ബസ്സുകളാണ്. ഇപ്പം സൂപ്പർ ഫാസ്റ്റിലൊക്കെ ആളുകൾ കയറുക എന്ന് പറഞ്ഞാൽ എന്തിനാ അവർക്ക് സമയബന്ധിതമായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഫാസ്റ്റിനെയൊക്കെ ആശ്രയിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് പതുക്കെ പോയി കഴിഞ്ഞാൽ അതിലുള്ള യാത്രക്കാർക്ക് എന്താവും? അത് ആകുമോ ഇല്ലയോ? ആകും. അതുകൊണ്ട് സൂപ്പർ ഫാസ്റ്റൊക്കെ പതുക്കെ പോവുക എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗികമായ കാര്യമല്ല കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് ഒന്നും പതുക്കെ പോകണമെന്ന് നമ്മൾ പറയത്തുമില്ല. പക്ഷേ KSRTC ഡ്രൈവർമാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യണം. സ്വന്തം ജീവനും അതുപോലെ ബസ്സിലെ യാത്രക്കാരുടെ ജീവനും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം? ഡ്രൈവ് ചെയ്യണം. വളരെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക. അതിന് നല്ല എക്സ്പെർട്ടായ ഡ്രൈവർമാരെ ഇതിലേക്കൊക്കെ സെലക്ട് ചെയ്യണം. അങ്ങനെ വേണം. നല്ല ശ്രദ്ധയോടുകൂടി വേണം ഡ്രൈവ് ചെയ്യുവാൻ. എങ്ങും തട്ടാതെയും മുട്ടാതെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഡ്രൈവർമാരായിരിക്കണം കേട്ടോ. പലപ്പോഴും ചില സമയങ്ങളിലൊന്നും ഡ്രൈവറുടെ കുറ്റം കൊണ്ടല്ല അപകടങ്ങളൊന്നും ഉണ്ടാകുന്നത്. അത് വേറെ കാര്യമെങ്കിൽ തന്നെയും പരമാവധി റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ ഡ്രൈവർമാർ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് കരുതി ഈ പറഞ്ഞ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറോ ഒന്നും പതുക്കെ പോവുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രായോഗികമല്ല. അങ്ങനെ വരുമ്പം യാത്രക്കാരന് സമയത്ത് പല സ്ഥലത്തും എത്താൻ കഴിയാതെ വരും. അതൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാവും. അതുകൊണ്ട്